ഹായ് ഫ്രണ്ട്സ്, കേരള PSC 360 ഓൺലൈൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ശതമാനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പെർസെൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതേപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇതെല്ലാം നമ്മൾ പെർസെൻറ്റേജിന്റെ ബേസ് വെച്ചിട്ടാണ് കറക്റ്റ് ആയിട്ട് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ കൺസെപ്റ്റ് കറക്റ്റ് മനസ്സിലാക്കുക. പെർസെന്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഔട്ട് ഓഫ് 100 എന്നാണ് കറക്റ്റ് ആയിട്ട് മീൻസ് ചെയ്യുന്നത്. പെർസെന്റ് പറഞ്ഞാൽ ഔട്ട് ഓഫ് 100 എന്നാണ് എന്ത് ചെയ്യുന്നത്, പെർസെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, മീൻസ് ചെയ്യുന്നത്. അതായത് 100-ൽ എത്ര എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഒരു കുട്ടിക്ക് 80% മാർക്ക് കിട്ടി പറഞ്ഞാൽ അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ 100 മാർക്കിനായിരുന്നു ആ പരീക്ഷ നടത്തിയത് എങ്കിൽ ആ കുട്ടിക്ക് 80 മാർക്ക് കിട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കൺസെപ്റ്റ് തന്നെയായിരിക്കും, അത് മനസ്സിലാക്കുക കറക്റ്റ് ആയിട്ട്. പെർസെന്റ് പറഞ്ഞാൽ 100-ൽ എത്ര എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ പെർസെൻറ്റേജ് പറഞ്ഞാലും നമുക്കതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? എയുടെ ബേസ് എന്ന് പറയുന്നത് നമുക്ക് എത്രയൊക്കെ എടുക്കാം, 100 ആയിട്ട് എടുക്കാം അല്ലെ. ഓക്കെ, അപ്പൊ പെർസെന്റ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് വെച്ചാൽ ഏതൊരു നമ്പർ ആയിക്കോട്ടെ, ഏതൊരു ആൽഫബറ്റ് ആയിക്കോട്ടെ, അത് പെർസെൻറ്റേജ് ആയിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിന്റെ ബേസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എത്ര ആയിട്ട് എടുക്കുക, 100 ആയിട്ട് വേണം എടുക്കാൻ. ഓക്കെ, ഇനിയിപ്പോ അതേപോലെ തന്നെ നമുക്കിപ്പോ 100-ന്റെ എബോവ് പെർസെൻറ്റേജ് തരികയാണെങ്കിൽ ഇപ്പോ 125% പറഞ്ഞാലും നമുക്കതിനെ എങ്ങനെ തന്നെ മാർക്ക് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. 125/100 പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഒരു കാര്യം മാത്രം നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ ആൽഫബറ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്പേഴ്സ് ആയിക്കോട്ടെ, അത് പെർസെൻറ്റേജ് ആയിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എത്ര ആയിട്ട് എടുക്കേണ്ടത്, 100 ആയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രാക്ഷനെ എങ്ങനെ പെർസെൻറ്റേജിലോട്ട് മാറ്റാമെന്നും അതുപോലെ തന്നെ ഒരു പെർസെൻറ്റേജിനെ എങ്ങനെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതും, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, പെർസെൻറ്റേജിൽ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഒരു ഫ്രാക്ഷനെ എങ്ങനെയാണ് പെർസെൻറ്റേജിലോട്ട് മാറ്റുന്നത് എന്ന് ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അതായത് ഒരു ഫ്രാക്ഷനെ എങ്ങനെയാണ് നമുക്ക് പെർസെൻറ്റേജിലോട്ട് മാറ്റേണ്ടത് എന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഒരു 3/4 എന്ന് പറയുന്ന ഫ്രാക്ഷൻ ആണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. ഓക്കെ, അപ്പൊ 3/4 എന്ന് പറയുന്ന ഫ്രാക്ഷൻ എത്ര പെർസെൻറ്റേജിനാണ് ഈക്വൽ എന്ന് ചോദിച്ചാൽ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ പെർസെൻറ്റേജിലോട്ട് മാറ്റുക പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ബേസിനെ 100-ലോട്ട് മാറ്റുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ബേസ് നമുക്ക് എത്ര തന്നിരിക്കുന്നത്, 4 തന്നിരിക്കുന്നത്. 4 എന്ന് പറയുന്ന ബേസിനെ നമ്മൾ എന്തിലോട്ട് മാറ്റണം, 100-ലോട്ട് മാറ്റണം. ഓക്കെ, അതായത് 4 എന്ന് പറയുന്നത് 100-ന് തുല്യമാണെന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ 4 100 ആണെങ്കിൽ 3 എത്രയെന്നാണ് നോക്കേണ്ടത്. അതായത് ഇപ്പൊ 4 സാധനങ്ങളുടെ വില 100 ആണെങ്കിൽ 3 സാധനങ്ങളുടെ വില നമ്മൾ കണക്കാക്കില്ല. അതേ കൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പൊ 4 എന്ന് പറയുന്ന ബേസിനെ 100-ലോട്ട് കൺവേർട്ട് ചെയ്യുക, 3-നെ നമുക്ക് എങ്ങനെ ആ പ്രപ്പോർഷനിലോട്ട് കൺവേർട്ട് ചെയ്യാം, നമുക്കറിയാം 4-ന്റെ 25 ടൈംസ് ആണ് എന്ത് വരിക, 100 വരിക അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, 3-ന്റെ 25 ടൈംസ് കണക്കാക്കുക. അപ്പൊ 3-ന്റെ 25 ടൈംസ് എന്ന് പറയുമ്പോൾ 75 ആണ് വരിക. അപ്പൊ 75/100 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജിനായിരിക്കും ഈക്വൽ ആവുക, 75%-നായിരിക്കും എന്തായിട്ട് വരിക, ഈക്വൽ ആയിട്ട് വരിക അല്ലെ. ഓക്കെ, അപ്പൊ കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഒന്നും കൂടെ എങ്ങനെ പറയാന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ നമ്മൾ ബേസിനെ 100-ലോട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടും എന്ത് ചെയ്യാം, ഏതൊരു ഫ്രാക്ഷനെയും പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ ഫ്രാക്ഷനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 3/4 × 100 എന്ന് പറഞ്ഞാൽ എത്ര വരിക, 4 25 തവണ 25 × 3 എന്ന് പറയുമ്പോൾ 75% ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫ്രാക്ഷനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ. ഓക്കെ,
അപ്പൊ അതേപോലെ തന്നെ പെർസെൻറ്റേജിനെയും നമുക്ക് എങ്ങനെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് നമുക്കറിയാം ഇപ്പോൾ പെർസെൻറ്റേജ്, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ 30% ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ പറ്റും? ഫ്രാക്ഷൻ ടു പെർസെൻറ്റേജ് ഇൻറ്റു 100 ആണെങ്കിൽ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 100 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ 30/100 എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈക്വൽ ആവുക? 3/10 എന്തായിട്ട് വരിക? ഈക്വൽ ആയിട്ട് വരിക. ഓക്കെ ഓക്കെ നമുക്കിനി പെർസെൻറ്റേജിൽ മെയിൻ ആയിട്ടും അറിയേണ്ട ഒരു കൺസെപ്റ്റിലോട്ട് നോക്കട്ടെ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അത് കുറച്ച് ടഫുള്ള പ്രോബ്ലംസിനൊക്കെ ആ ഒരു കൺസെപ്റ്റ് അറിയേണ്ടതായിട്ട് വരും. ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പൊ നമ്മൾക്കിപ്പോൾ 50% ആണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. ഓക്കെ അപ്പൊ 50%ന്റെ ഫ്രാക്ഷനോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? 50/100 ആണ് ചെയ്യുക. അപ്പൊ അതിനെ ചെറുതാക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 1/2 ആണ് കിട്ടുക അല്ലെ. അതായത് 50% എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 1/2 എന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 2ന്റെ 50% എന്താണ് ഉദ്ദേശിക്കുന്നത്? 1 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ശ്രദ്ധിക്കുക, 50%ന്റെ മൂല്യം 1/2 പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 2ന്റെ 50% 1 എന്നാണ് മീൻ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഇപ്പൊ നോക്കുക, 125% പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 125/100 ആണ് വരിക. അപ്പൊ അതിനെ ചെറുതാക്കുമ്പോൾ എത്ര വരിക? 25 5 തവണ, 25 4 തവണ അല്ലെ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 125% എന്ന് പറയുന്നത് 5/4 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 4ന്റെ 125% എന്തെന്ന് പറയാൻ പറ്റും? 5 എന്ന് പറയാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ മിക്സഡ് ഫ്രാക്ഷന്റെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തു പോകാൻ പറ്റും. ഓക്കെ ഒന്നില്ലെങ്കിൽ നമുക്ക് ശതമാനം എങ്ങനെ തരിക? സാധാ ഹോൾ നമ്പറിന്റെ ബേസിസിൽ ശതമാനം തരാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും കൂടെ ശതമാനം തരാറുണ്ട്? മിശ്ര ഭിന്ന രൂപത്തിലും നമുക്ക് എന്ത് തരാറുണ്ട്? ശതമാനം തരാറുണ്ട്. ഓക്കെ അപ്പൊ അതും എങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ എല്ലാവരും. അതായത് 33 1/3% അല്ലെങ്കിൽ 33.33% ആണെന്ന് വിചാരിക്കുക. ഓക്കെ ഈ 0.33 എങ്ങനെ കിട്ടിയതെന്ന് വെച്ചാൽ 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന മൂല്യമാണ് 0.33 എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഇപ്പൊ നമുക്കറിയാം 33 1/3% പറഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെയും കൂടെ എഴുതാം? സാധാ പെർസെൻറ്റേജിലോട്ട് മാറ്റുമ്പോൾ 3 × 33 99 പ്ലസ് 1 എത്ര വരിക? 100/3% ആണ് വരിക. അപ്പൊ 100/3%നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരു നമ്പർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആൽഫബറ്റ് ആയിക്കോട്ടെ, പെർസെൻറ്റേജ് ആയിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ നമ്പർ അല്ലെങ്കിൽ ആ ആൽഫബറ്റിന്റെ ബേസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര ആയിട്ട് എടുക്കാം? 100 ആയിട്ടാണ് എടുക്കാൻ പറ്റുക അല്ലെ. അതായത് 100/3 എന്നതിന്റെ ബേസ് നമുക്ക് എത്ര ആയിട്ട് എടുക്കാം? 100 ആയിട്ടാണ് എടുക്കാൻ പറ്റുക അല്ലെ. അത് 100 പറഞ്ഞാൽ നമുക്ക് അതിന് എങ്ങനെയും കൂടെ പറയാൻ പറ്റും? 100/1 എന്നും പറയാം അല്ലെ. രണ്ടും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് 100/3 ഡിവൈഡഡ് ബൈ 100/1 ആണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഡിവിഷനെ നമുക്ക് എന്തിലോട്ട് മാറ്റാം? മൾട്ടിപ്ലിക്കേഷനിലോട്ട് മാറ്റാം. അപ്പൊ 100/1 എന്താണ് ആവുന്നത്? 1/100 ആണ് ആവുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0 0 ക്യാൻസൽ ചെയ്യാം. അപ്പൊ എത്ര വാല്യൂ വരിക? 1/3 ആണ് വാല്യൂ വരിക അല്ലെ. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 33 1/3% വാല്യൂ എത്ര വരിക? 1/3 ആണ് വരിക. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? 3ന്റെ 33 1/3% എന്ത് വരിക? 1 വരിക. ഓക്കെ ഓക്കെ നമുക്കൊരു പ്രോബ്ലം പെർസെൻറ്റേജിന്റെ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസുകൾ നോക്കാം പെർസെൻറ്റേജിന്റെ. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഒരു സംഖ്യയുടെ 60% കൂടെ 26 കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടുമെങ്കിൽ യഥാർത്ഥ സംഖ്യ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അതായത് ഒരു സംഖ്യയുണ്ട്, അതിന്റെ 60% കൂടെ
26 കൂട്ടിയാൽ അതേ സംഖ്യയിലോട്ട് തന്നെ നമ്മൾ എത്തിച്ചേരും എങ്കിൽ ആ സംഖ്യ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഒരു നമ്പർ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും പെർസെൻറ്റേജ് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് വരുന്നത് എങ്കിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എപ്പോഴും എത്രയായിട്ട് എടുക്കുക, 100 ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ സംഖ്യ എത്രയായിട്ട് എടുക്കുക, 100 ആയിട്ടാണ് സംഖ്യ എന്ന് വിചാരിക്കുക. ഇനി എത്രയാണ് ഒരു സംഖ്യയുടെ 60% കൂടെ, അപ്പൊ 100 ആണ് സംഖ്യ എന്ന് വിചാരിക്കുക, അതിന്റെ 60% എത്ര വരിക? ഓക്കെ, അപ്പം 100 ആണ് ബേസ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിന്റെ 60% 60 ആണ് വരിക, 70% 70 ആണ് വരിക, 1.15% അതേ തന്നെയാണ് വരിക. ഓക്കെ, അതായത് 100 ആണ് ബേസ് എങ്കിൽ അതിന്റെ ശതമാനവും മൂല്യവും എപ്പോഴും എന്ത് തന്നെയായിരിക്കും വരിക, സെയിം തന്നെയായിരിക്കും വരിക. അപ്പൊ 100ന്റെ 60% പറഞ്ഞാൽ 60 തന്നെയാണ് അല്ലെ. 60%ത്തിന്റെ കൂടെ 26 കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടും എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ നമ്പർ 100 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. 60% 60ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് അതേ സംഖ്യയിലോട്ട് എത്താൻ പറ്റുക, 40 കൂട്ടിയാലാണ് നമുക്ക് അതേ സംഖ്യയിലോട്ട് എത്താൻ പറ്റുക അല്ലെ. ശ്രദ്ധിക്കുക, 100 ആണ് നമ്മുടെ നമ്പർ ആയിട്ട് കണക്കാക്കിയിരിക്കുന്നതെങ്കിൽ അതിന്റെ 60% 60ന്റെ കൂടെ 40 കൂട്ടിയാൽ മാത്രമേ നമുക്ക് എന്തിലോട്ട് എത്താൻ പറ്റുള്ളൂ, അതേ സംഖ്യയിലോട്ട് എത്താൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇതാണ് നമ്പർ 60% ആഡ് ചെയ്യേണ്ട ഭാഗത്തിനും തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് ചെറുതാക്കാം അല്ലെ. 10, 6, 4 ആണ് വരിക. വീണ്ടും ചെറുതാക്കുമ്പോൾ എത്ര വരിക, 5 വരും, അതുപോലെ തന്നെ 3 വരും, 2 വരും അല്ലെ. ഇനി ഇതില് ഏതിന്റെ യഥാർത്ഥ മൂല്യമാണ് തന്നിരിക്കുന്നത് നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ 26 കൂട്ടിയാലാണ് അതേ സംഖ്യ കിട്ടുക. അതായത് ആഡ് ചെയ്യുന്നതിന്റെ റേഷ്യോ പ്രകാരം ഉള്ള വാല്യൂ നമുക്ക് എത്രയാണ്, 2 ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥ വാല്യൂ നമുക്ക് എത്ര തന്നിരിക്കുന്നത് വെച്ചാൽ, അതായത് 2ന് പകരമാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്, 26 തന്നിരിക്കുന്നത് അല്ലെ. ഇപ്പൊ 2 എന്ന് പറയുന്നത് 26 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, 1 എന്ന് പറയുന്നത് 13 ആണ് വരിക. നമ്മുടെ എന്താ ചോദിച്ചിരിക്കുന്നത് എങ്കിൽ യഥാർത്ഥ സംഖ്യ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യഥാർത്ഥ സംഖ്യ എത്ര വരിക, 5 എത്രയെന്നാണ് കണക്കാക്കേണ്ടത് അല്ലെ. അതായത് 2 26 ആണെങ്കിൽ 1 13 ആണ് വരിക. അപ്പൊ 5ന്റെ മൂല്യമാണ് നമ്മൾ കണക്കാക്കേണ്ടത്. 1 13 ആണെങ്കിൽ 5 എന്ന് പറയുന്നത് 65, അതായത് യഥാർത്ഥ സംഖ്യ എന്ന് പറയുന്നത് 65 ആയിരിക്കും വരും. ഓക്കെ, നമുക്ക് അടുത്ത ഒരു പ്രോബ്ലത്തിലോട്ട് പോവാം കേട്ടോ. ഇവിടെ പറയുന്നത് ഒരു സംഖ്യയുടെ 35ഉം 20% തമ്മിലുള്ള വ്യത്യാസം 6 ആണെങ്കിൽ ആ സംഖ്യയുടെ 60% എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സംഖ്യ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 100 ആയിട്ട് എടുക്കുക കേട്ടോ. സംഖ്യ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 100 ആയിട്ട് എടുക്കുക. 35%ഉം 25% തമ്മിലുള്ള വ്യത്യാസം അല്ലെ ആ സംഖ്യയുടെ. അപ്പൊ 100 ആണ് സംഖ്യ എങ്കിൽ 35% എന്ന് പറയുന്നത് 35 തന്നെയായിരിക്കും. 20% എന്ന് പറയുന്നത് എത്രയായിരിക്കും, 20 തന്നെയായിരിക്കും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ആ സംഖ്യയുടെ 60% കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ 100ന്റെ 60% പറഞ്ഞാൽ 60 ആണ് വരിക അല്ലെ. അപ്പൊ ഇതാണ് സംഖ്യ 35%, 20%, 60%ത്തിന്റെ എന്ത് വരിക, റേഷ്യോ വരിക. അതിനെ നമുക്ക് വീണ്ടും ചെറുതാക്കാം അല്ലെ. എങ്ങനെ വരിക, 5ല് കറക്റ്റ് ആയിട്ട് പോകും അല്ലെ എല്ലാം. അതായത് 5 വന്നിട്ട് 20 തവണ, 5 വന്നിട്ട് 7 തവണ, 4 തവണ, 12 തവണ. ഇങ്ങനെയാണ് ഏറ്റവും ചെറുതാക്കുമ്പോൾ അല്ലെങ്കിൽ റേഷ്യോയിലോട്ട് മാറ്റുമ്പോൾ ഈ ഒരു റേഷ്യോ ആണ് കിട്ടുക അല്ലെ. ഇനി ഈ കിട്ടിയ റേഷ്യോയിൽ ഏതിന്റെ യഥാർത്ഥ മൂല്യമാണ് തന്നിരിക്കുന്നത് നോക്കുക. ഏതിന്റെ യഥാർത്ഥ മൂല്യമാണ് തന്നിരിക്കുന്നത്, 35ഉം 20ഉം തമ്മിലുള്ള വ്യത്യാസത്തിന്റെ യഥാർത്ഥ മൂല്യമാണ് തന്നിരിക്കുന്നത് അല്ലെ. 35ഉം 20ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര വരിക, 3 ആണ് വരിക അല്ലെ. 35ഉം 20ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3 ആണ് വരിക. ഓക്കെ, അപ്പൊ 3ന് പകരം നമുക്ക് ഇവിടെ എത്ര തന്നിരിക്കുന്നത്, 6 എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ റേഷ്യോ പ്രകാരം 35%ഉം 20% തമ്മിലുള്ള വ്യത്യാസം 3 ആണ്.
പക്ഷെ യഥാർത്ഥത്തിൽ അത് എന്തിനാണ് ഈക്വൽ ആക്കുന്നത് വെച്ചാൽ 6-നാണ് ഈക്വൽ ആവുന്നത്. അപ്പൊ 3 6 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 എന്ന് പറയുന്നത് 2 വരിക. എങ്കിൽ നമുക്ക് എന്താണ് കണക്കാക്കേണ്ടത്? 60%, അതായത് 12ന്റെ യഥാർത്ഥ മൂല്യമാണ് കണക്കാക്കേണ്ടത് അല്ലെ. അതായത് 1 2 ആണെങ്കിൽ 12 എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? 24. അതായത് ആ സംഖ്യയുടെ 60% എന്ന് പറയുന്നത് 24 ഉത്തരം വരിക. ഓക്കെ, നമുക്ക് അടുത്ത ഒരു പ്രോബ്ലത്തിലോട്ട് പോകാം കേട്ടോ. ഇവിടെ പറയുന്നത് എയുടെ 20% ബിയുടെ 30% തുല്യമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാന്ന് വെച്ചാൽ എയുടെ 20% പറയുമ്പോൾ എ ഇൻറ്റു അതിന്റെ 20% അല്ലെ. എന്തിനാണ് തുല്യമാവുന്നത്? ബിയുടെ 30%-നാണ് എന്താവുന്നത്? തുല്യമാവുന്നത്. ഇങ്ങനെ നമുക്ക് എഴുതാലോ. എയുടെ 20% പറഞ്ഞാൽ എ ഇൻറ്റു 20/100 അല്ലെങ്കിൽ 20%. ബിയുടെ 30% പറഞ്ഞാൽ ബി ഇൻറ്റു 30% അല്ലെങ്കിൽ 30/100 എന്ന് നമുക്ക് എഴുതാം അല്ലെ. ഇനി പറയുന്നത് എയും ബിയും തമ്മിലുള്ള തുക 70 എങ്കിൽ ഇതിന് തമ്മിലുള്ള വ്യത്യാസം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ എയുടെ 20% ബിയുടെ 30% പറഞ്ഞാൽ അതിന് നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് പെർസെന്റേജുകൾ എന്താകും? ക്യാൻസൽ ആകും അല്ലെ. അതുപോലെ തന്നെ 0 ക്യാൻസൽ ആകും. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? a into 2 എന്ന് പറഞ്ഞാൽ 2a എന്ന് നമുക്ക് എഴുതാം. b into 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3b എന്ന് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ എയും ബിയും തമ്മിലുള്ള റേഷ്യോ നമുക്ക് എങ്ങനെ ഫോം ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എയുടെ 2 ഇരട്ടി ബിയുടെ 3 ഇരട്ടിക്ക് തുല്യമാണ് എന്നാണ് പറയുന്നത് അല്ലെ. അതായത് എയുടെ 2 ഇരട്ടിക്ക് തുല്യമാവണമെങ്കിൽ ബി അതിന്റെ 3 ഇരട്ടി ആവണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ എയുടെ വാല്യൂ ആയിരിക്കും ബിയെക്കാട്ടിലും എന്ത് വരിക? കൂടുതൽ വരിക അല്ലെ. കാരണം എയുടെ 2 ഇരട്ടിക്ക് തുല്യമാവണമെങ്കിൽ ബി അതിന്റെ 3 ഇരട്ടിയാണ് ആവേണ്ടത്. അപ്പൊ എയുടെ മൂല്യമായിരിക്കും ബിയുടെ മൂല്യത്തിനെക്കാട്ടിലും കൂടുതലായിട്ട് വരിക. അപ്പൊ 2 3 എന്ന് പറയുന്ന 2 വാല്യൂസിൽ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? എക്കും അസൈൻ ചെയ്യുക. ലോവർ ആയിട്ടുള്ള വാല്യൂ ബിക്കും അസൈൻ ചെയ്യുക. അപ്പോ 2 3 എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ആയിട്ടുള്ള 3 എക്ക് അസൈൻ ചെയ്യുക. ലോവർ ആയിട്ടുള്ള വാല്യൂ ആയിട്ടുള്ള 2 ബിക്കും അസൈൻ ചെയ്യുക. അപ്പൊ കറക്റ്റ് അല്ലേ? a/b 3/2 എന്ന് പറഞ്ഞാൽ 2a = 3b ആണ് വരിക അല്ലെ. അതായത് എയും ബിയും തമ്മിലുള്ള റേഷ്യോ ആണ് എന്താ ഉദ്ദേശിക്കുന്നത്? 3:2 വരിക. ഇനി എന്താ പറയുന്നത്? ഇവർ തമ്മിലുള്ള തുക 70 എന്നാണ് പറയുന്നത് അല്ലെ. അതായത് എയുടെ മൂല്യം 3ഉം ബിയുടെ 2ഉം ആണെങ്കിൽ റേഷ്യോ പ്രകാരമെങ്കിൽ ഇവരുടെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? 5 ആയിരിക്കും വരിക. പക്ഷെ 5ന് പകരം നമുക്ക് ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 70 ആണ് തന്നിരിക്കുന്നത് അല്ലെ. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ റേഷ്യോ പ്രകാരം എയുടെയും ബിയുടെയും തുക എന്ന് പറയുന്നത് 5 ആണ്. പക്ഷെ യഥാർത്ഥത്തിൽ എയുടെയും ബിയുടെയും തുക എത്രയെ ചോദിച്ചാൽ 70 ആണ് വരുന്നത് അല്ലെ. അപ്പൊ 5 70 ആണെങ്കിൽ 1 എന്ന് പറയുന്നത് 14 ആണ് വരിക. നമുക്ക് എന്താണ് ആവശ്യം? എയുടെയും ബിയുടെയും വ്യത്യാസങ്ങൾ. അതും എത്ര തന്നെയാണ്? 3ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം പറയുമ്പോൾ അതും 1 തന്നെയാണ് വരിക. അപ്പൊ എയുടെയും ബിയുടെയും വ്യത്യാസം എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? 14 ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഈ സെഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് പെർസെൻറ്റേജിന്റെ അടുത്ത സെഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അത് മെൻഷൻ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.